ഹായ് ഹലോ മക്കളെ, യെസ് അവന മിസ് ഹിയർ. അപ്പോൾ ഇന്ന് മിസ് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഒരു ഇമ്പോർട്ടൻറ്റും അതുപോലെ തന്നെ വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാട്ടോ. അതിനു മുന്നേ മിസ് ഒരു കാര്യം പറയട്ടെ. ഏതെങ്കിലും മക്കൾ നമ്മുടെ ക്ലാസ് 7 ബാച്ചിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ വേഗം തന്നെ ജോയിൻ ചെയ്തോളൂ. ഈ ഒരു പ്രൈസ് നിങ്ങൾക്ക് നമ്മുടെ ബാച്ച് കിട്ടുന്നതായിരിക്കും കേട്ടോ. ഈ ഒരു പ്രൈസ് നമുക്ക് ബാച്ച് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതുപോലെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ക്ലാസ് 7 ആണ്, USS ഉണ്ട്, എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. അതുപോലെ ഓണം എക്സാം ഉണ്ട്, ഓണം എക്സാമിൻ്റെ മാർക്ക്, അതുപോലെ ക്രിസ്മസ് എക്സാമിൻ്റെ മാർക്ക്, ഇത് രണ്ടും നോക്കിയിട്ടാണ് നിങ്ങളെ സ്കൂളിൽ നിന്ന് എന്ത് ചെയ്യാം USSലേക്ക് എടുക്കുക. അപ്പോൾ എല്ലാ സബ്ജക്റ്റിലും A ആയിരിക്കണം നിങ്ങൾക്ക്. അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് എന്ത് കിട്ടുള്ളൂ, സെലക്ഷൻ കിട്ടുള്ളൂ. ഇനിയിപ്പം അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് എന്ത് കിട്ടുള്ളൂ, USS കിട്ടാനുള്ള ചാൻസ് ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മുടെ ആപ്പിൽ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ ക്ലാസ്സും എടുക്കുന്നുണ്ട്. ഓക്കെ, അതിന് പുറമെ നിങ്ങൾ ഈ ഒരു യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം. നിങ്ങൾക്കുള്ള USS മെഗാ മാരത്തോൺ ലൈവ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, പോകുന്നുണ്ട്. നാളെ ഉണ്ട് കേട്ടോ മെഗാ മാരത്തോൺ ലൈവ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക, ഒന്ന് പങ്കെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം പഠിക്കാനുണ്ട്, എത്രത്തോളം ഇമ്പ്രൂവ് ചെയ്യാനുണ്ട് എന്നൊക്കെ കേട്ടോ. അപ്പോൾ അതൊക്കെ പഠിക്കണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, ഫസ്റ്റ് നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളെ സ്റ്റഡീസ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്നാണ് മിസ് പറഞ്ഞു തരുന്നത്. ഫസ്റ്റ് വൺ ആണ് യുവർ വിഷ്. അതായത് നിങ്ങൾക്ക് നിങ്ങൾ ഇഷ്ടം പോലെയാണ് പഠിക്കേണ്ടത്. ഓക്കെ, മിസ് ഒരു കാര്യം പറഞ്ഞു തന്നു. അതായത് മിസ് ഇപ്പം ബൈ ഹാർട്ട് ആയിട്ടാണ് പഠിക്കാറ്. അപ്പോൾ എന്താ മക്കൾ ഇങ്ങനെ പഠിച്ചാൽ നിങ്ങൾക്ക് നടക്കൂടാ? ഇല്ല, മിസ്സിന്റെ മെത്തേഡാണ് മിസ് പറയുന്നത് അല്ലേ. ഓക്കെ, മിസ്സിനത് ഓക്കെ ആയിരിക്കും, പക്ഷെ നിങ്ങൾക്ക് എന്തായിരിക്കൂല, നിങ്ങൾക്ക് അത് ഓക്കെ ആയിരിക്കും. നമ്മളെല്ലാവരും ഡിഫറെൻറ്റാ. അപ്പം നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് എങ്ങേത് ടൈപ്പ് ആണോ, എങ്ങനെയാണോ നിങ്ങൾക്ക് പഠിക്കാൻ വരുന്നത്, അങ്ങനെ മാത്രമേ നിങ്ങൾ പഠിക്കാവൂ. ഓക്കെ, അങ്ങനെ മാത്രമേ നിങ്ങൾ പഠിക്കാവൂ. അതുപോലെ തന്നെ ആദ്യം ഒരു ഗോൾ സെറ്റ് ചെയ്യുക. ആ ഗോളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് എങ്ങനെയൊക്കെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി പോകണം എന്ന് എന്ത് ചെയ്യണം, നിങ്ങൾ തന്നെ തീരുമാനിച്ചു വെക്കണം. വേറൊരാൾ വന്നിട്ട് ഇങ്ങനെയൊക്കെയാണ് പോകേണ്ടത് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് പോകേണ്ടത്, ഇനിയിപ്പോൾ ആ തീരുമാനം തെറ്റായി പോയാൽ നിങ്ങൾക്ക് വളരെ വിഷമമാവും. അതൊന്നും ചെയ്യാൻ പാടില്ല. നിങ്ങൾ തന്നെ എന്ത് ചെയ്യണം, നിങ്ങളെ വഴി കണ്ടെത്തിക്കൊള്ളണം. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്ന മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടോപ്പിക്കാണ് ടൈം. ഓക്കെ, ഈ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും രാവിലെ 6 മണിക്ക് എണീക്കണം അല്ലെങ്കിൽ 5 മണിക്ക് എണീക്കണം, ഈ ടൈമാണ് പഠിക്കാൻ നല്ലത്. ഓക്കെയാണ്, ആ ടൈം വളരെ കാമായിട്ടുള്ള സിറ്റുവേഷൻ ആയിരിക്കും, നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഓക്കെ, പക്ഷേ ഇനിയിപ്പോൾ രാവിലെ എണീക്കാൻ ബുദ്ധിമുട്ടുള്ള മക്കൾ എത്ര ആൾക്കാരുണ്ട് അല്ലേ? അവർക്കൊക്കെ ഇങ്ങനെ ബുദ്ധിമുട്ടി ആ ഒരു ബുക്കിൻ്റെ മുന്നിൽ ഇരുന്നിട്ട് പഠിക്കാൻ വേണ്ടി പറ്റൂടാ? ഇല്ല അല്ലേ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾക്ക് എപ്പോഴാണോ പഠിക്കാൻ പറ്റുന്നത് അപ്പോഴേ നിങ്ങൾ പഠിക്കണ്ടു. ഓക്കെ, എപ്പോഴും നിങ്ങൾക്ക് ഉറങ്ങാൻ തോന്നുമ്പോൾ ഉറങ്ങണം. ഇനിയിപ്പോൾ ഉറക്കം നോക്കിയിട്ട് എന്ത് ചെയ്യാൻ പാടില്ല, ബുക്ക് എടുത്ത് വായിക്കാൻ പാടില്ല. നിങ്ങൾക്ക് എന്താണ്, അതിന് പുറമെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എല്ലാത്തിനും ഇമ്പോർട്ടൻസ്, എല്ലാത്തിനെക്കാട്ടും പ്രയോറിറ്റി ആർക്ക് കൊടുക്കണം, നമ്മളെ സ്റ്റഡീസിന് കൊടുക്കണം. പഠിച്ചാൽ മാത്രമേ എന്തെങ്കിലും ഉണ്ടാവും. ഓക്കെ, അത് നിങ്ങൾ എപ്പോൾ ഒന്ന് മനസ്സിലാക്കുക കേട്ടോ. നിങ്ങൾ എന്ത് ചെയ്യുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, പഠിച്ചാൽ മാത്രമേ ഞാൻ സ്വയം എവിടെയെങ്കിലും എത്തുള്ളൂ. ഓക്കെ, അതിന് പുറമെ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളാണ്, നമ്മുടെ പാരൻസ് നമ്മളെ എന്ത് ചെയ്യുന്നുണ്ടാവും, ഫോഴ്സ് ചെയ്ത് പഠിപ്പിക്കുന്നുണ്ടാവും അല്ലേ. അത് നിങ്ങൾ ഒന്ന് സ്റ്റോപ്പ് ചെയ്യിക്കാൻ ശ്രമിക്കുക. എങ്ങനെയെന്ന് വെച്ചാൽ, നമ്മളെ പാരൻസ് ആണ് നമ്മളെ കഷ്ടപ്പെട്ട് വളർത്തുന്നുണ്ട്, പഠിക്കാനുള്ള ബുക്ക് പേന ഒക്കെ നമുക്ക് വാങ്ങി തരുന്നുണ്ട്. അവർക്ക് കുറേ എന്തുണ്ടാവും, എംബിഷൻസ് ഉണ്ടാവും അല്ലേ. നിങ്ങൾ അങ്ങനെയാണ്, നിങ്ങൾക്ക് നല്ല ജോലി കിട്ടും, നിങ്ങൾ നന്നായിട്ട് പഠിക്കണം, അങ്ങനെയൊക്കെ അവർക്ക് ഉണ്ടാവും. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, അവരെ നമ്മൾ ഫോഴ്സ് ചെയ്യുന്നത്, അവർ നമ്മളെ ഫോഴ്സ് ചെയ്യുന്നത്. നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം, അത് മനസ്സിലാക്കണം. ഇത് നിർത്താനുള്ളൊരു വഴി മിസ് പറഞ്ഞുതരാം. നിങ്ങൾ തന്നെ നിങ്ങളെ സ്റ്റഡീസിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. അതായത് നിങ്ങൾക്കിപ്പം എന്തെങ്കിലും യൂട്യൂബിൽ കുറച്ച് വീഡിയോ കാണണം അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് വീഡിയോ കാണണം, നിങ്ങൾ കണ്ടോളൂ. ഓക്കെ, നിങ്ങളിപ്പോൾ ഒരു 10 മണി വരെ കണ്ടിട്ട് ഒരു 10:15 അങ്ങനെയാകുമ്പോൾ നിങ്ങൾ എന്ത് വിചാരിക്കണം, 10:15 ഞാൻ പോയി എൻ്റെ കറക്റ്റ് ഞാൻ പഠിക്കും. ഓക്കെ, അത് ഇത്ര ടൈം വരെ പഠിക്കുന്നല്ല, ടൈം തികയിക്കാൻ വേണ്ടിയല്ല നിങ്ങൾ പഠിക്കേണ്ടത്. നിങ്ങൾ ആ ടൈം ഫിക്സ് ചെയ്യണം. അതായത് ഇത്ര ടോപ്പിക്ക് ഞാൻ കംപ്ലീറ്റ് ചെയ്യും അല്ലെങ്കിൽ ഇത്ര ടോപ്പിക്ക് ഞാൻ എന്ത് ചെയ്യും, അന്ന് ഫിനിഷ് ചെയ്യും എന്നുള്ള കാര്യം നിങ്ങൾ ചിന്തിക്കുക. 10:15 എന്നുള്ള ടൈം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചിരിക്കണം. അത് വെറുതെ പറഞ്ഞല്ല. ഓക്കെ, അപ്പം നിങ്ങൾ ഇങ്ങനെ ഫോൺ നോക്കുന്ന സമയത്തായിരിക്കും അമ്മ അല്ലെങ്കിൽ അച്ഛൻ വന്നിട്ട് പറയല്ലേ, പഠിക്കേ പറയുന്നുണ്ടാവും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, 10:15 ഞാൻ പോയിക്കോളാം അമ്മ, അല്ലെങ്കിൽ 10:15 ഞാൻ പോയിക്കോളാം അച്ഛാ, ഞാൻ പഠിച്ചോളാം എന്ന് പറയണം. ഓക്കെ, ആ പറഞ്ഞാൽ മാത്രം പോരാ, അത് പ്രവർത്തിച്ച് കാണിക്കേ വേണം. അല്ലെങ്കിൽ എന്ത് ചെയ്യും, അവർക്ക് മനസ്സിലാവും നിങ്ങൾ വെറുതെ തരികിട കളിക്കുകയാണെന്നുള്ളത്. ഓക്കെ, നിങ്ങൾ 2, 3, 4 ഒരു 5 ദിവസം നിങ്ങൾ ഇത് റിപ്പീറ്റ് ചെയ്ത് നോക്കൂ. അവരെന്ത് ചെയ്യും, അവർ ടോട്ടലി എന്ത് ചെയ്യും, അതങ്ങ് സ്റ്റോപ്പ് ചെയ്യും. ഓക്കെ, പിന്നെ നമുക്കറിയാം, നമ്മൾ കുറേ അറിവ് കിട്ടാൻ മാത്രമാണോ പഠിക്കുന്നത്? അല്ല. എക്സാമിന് മാർക്ക് കിട്ടാൻ മാത്രമാണോ പഠിക്കുന്നത്? അല്ല. നമുക്ക് ഇത് രണ്ടും എന്ത് ചെയ്യണം, ഒരുമിച്ച് കൊണ്ടുപോകണം. അപ്പോൾ നിങ്ങൾക്കുള്ള ഏറ്റവും വലിയ നല്ലൊരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, മനസ്സിലാക്കി പഠിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നന്നായിട്ട് മക്കൾ എന്ത് ചെയ്യണം, പഠിക്കണം. ഓക്കെ,
അപ്പം നിങ്ങൾക്കറിയാം നമുക്കിപ്പം കൂട്ടുകാരത്ത് കളിക്കണം, നമുക്ക് വീഡിയോസ് കാണണം, യൂട്യൂബ് വീഡിയോസ് കാണണം, ഇൻസ്റ്റഗ്രാം റീൽസ് കാണണം, റീൽസ് എടുക്കണം അല്ലേ, അങ്ങനത്തെ കുറേ ഇപ്പോൾ ഫിലിം കാണണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇഷ്ടമായിരിക്കും. അതൊക്കെ നമ്മൾ ചെയ്യണം. അതൊന്നും മാറ്റി വെച്ചിട്ട് ഈ സ്റ്റഡീസിൻ്റെ പുറകെ പോകാൻ നിങ്ങൾ പാടില്ല. ഓക്കെ, എല്ലാം മാറ്റി വെച്ച് പഠിപ്പ് മാത്രമാകുമ്പം നമ്മൾ അതിനോട് നമുക്കത് ഭയങ്കര ബേർഡനായിട്ട്, നമുക്കത് ഭയങ്കര വെറുപ്പായിട്ട് തോന്നാനുള്ള ചാൻസ് കൂടുതലുണ്ട്. പ്രത്യേകിച്ച് എല്ലാവർക്കും ഒരേ സബ്ജക്റ്റ് എല്ലാവർക്കും ഈസി ആവുക അല്ലേ. അപ്പം നമുക്ക് ആ ഒരു ഡിഫിക്കൽട്ടി ആയിട്ടുള്ള സബ്ജക്റ്റിനോടൊക്കെ നമുക്ക് ഭയങ്കര ഗ്യാപ്പ് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. നിങ്ങൾ ചെയ്യേണ്ട കാര്യം എല്ലാത്തിനും ഒരു ടൈം സെറ്റ് ചെയ്തിട്ട് എല്ലാം നിങ്ങളെ കൂടെ കൊണ്ടുപോകണം. ഓക്കെ, അതിൽ ഏറ്റവും പ്രയോറിറ്റി കൊടുക്കുന്ന കാര്യമാണ് നമ്മളെ സ്റ്റഡീസ്. ഓക്കെ, നിങ്ങൾ എല്ലാ കാര്യങ്ങളും ചെയ്യണടാ, നിങ്ങളൊന്നും മാറ്റി വെക്കാൻ പാടില്ല. നമ്മളെപ്പോൾ ചെയ്യാല്ലേ, നമ്മളെപ്പോൾ ഒന്ന് കൂട്ടുകാരൊപ്പം പുറത്തേക്ക് പോവാ, എല്ലാം നമ്മൾ ചെയ്യണം. ഓക്കെ, നമ്മൾ കഷ്ടപ്പെട്ട ഒരു സാധനത്തിന് ഇഷ്ടപ്പെടാനൊന്നും പാടില്ല. നമുക്ക് ഇഷ്ടത്തോടെ തന്നെ എന്ത് ചെയ്യണം, അതിനെ ട്രീറ്റ് ചെയ്യാൻ പറ്റണം. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനം നമ്മൾ മാറ്റി വെക്കാൻ പാടില്ല. ഓക്കെ, അതാണ് മിസ് ഉദ്ദേശിച്ചത് കേട്ടോ. അതുപോലെ തന്നെ നെക്സ്റ്റ് വെരി ഇമ്പോർട്ടൻ്റ് ആണ് ഡെഡ് ലൈൻ. ഇതിനെക്കുറിച്ച് മിസ് മുന്നത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഇപ്പം ഒരു വെനസ്ഡേ അല്ലെങ്കിൽ തേഴ്സ്ഡേ ഒരു എക്സാം ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നേ എന്ത് ചെയ്തിട്ടുണ്ട്, ടീച്ചർ പറഞ്ഞിട്ടുണ്ട് എക്സാം വെനസ്ഡേ അല്ലെങ്കിൽ തേഴ്സ്ഡേ നടക്കും. അപ്പോൾ നിങ്ങൾ തന്നെ വിചാരിക്കണം, ഓക്കെ എനിക്ക് ഇത്രയും ചാപ്റ്റർ പഠിക്കാനുണ്ട്, എനിക്ക് ഇത്രയും ടൈം വേണ്ടവരും പഠിക്കാൻ. നിങ്ങൾക്കറിയാം നിങ്ങളുടെ കപ്പാസിറ്റി അറിയാം, എത്ര സ്പീഡിൽ നിങ്ങൾ പഠിക്കും എന്നുള്ളത്. ഇത്രയും ടൈം വേണ്ടവരും പഠിക്കാൻ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു ചൊവ്വാഴ്ച എന്ത് ചെയ്യണം, നമുക്കിപ്പോൾ ട്യൂസ്ഡേ ആകുമ്പോഴത്തേക്ക് ഒരു ഡേറ്റ് സെറ്റ് ചെയ്യുക. ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് സാധനമാണ് ഡേറ്റ് സെറ്റ് ചെയ്യുക എന്നുള്ളത് കേട്ടോ. ഡേറ്റ് സെറ്റ് ചെയ്യുക. ട്യൂസ്ഡേ ആകുമ്പോഴത്തേക്ക് ഞാൻ എന്ത് ചെയ്യും, ഈ ഒരു ഡേറ്റിനുള്ളിൽ ഞാൻ എന്ത് ചെയ്യും, ഈ ഒരു ചാപ്റ്റർ മുഴുവനും കംപ്ലീറ്റ് ചെയ്യും. അത് കംപ്ലീറ്റ് ചെയ്തിരിക്കണം. ഇനിയിപ്പോൾ കുറച്ച് പഠിച്ചിട്ട് ബാക്കി പിന്നെ അല്ലേ, പിന്നെ ഇനി ഉണ്ടല്ലോ ദിവസം, അത് പറയാൻ പാടില്ല. ഡേറ്റ് എന്ന് പറഞ്ഞാൽ അത് കമ്പൾസറി ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ആ ഡേറ്റിൽ കംപ്ലീറ്റ് ചെയ്യണം. അതിപ്പോൾ അസൈൻമെൻറ്റ് ആയിക്കോട്ടെ, പ്രൊജക്റ്റ് ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, ആ ഡേറ്റിൽ നിങ്ങൾ എന്ത് ചെയ്യണം, കംപ്ലീറ്റ് ചെയ്തിരിക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മിസ് നിങ്ങളോട് എന്തായാലും ചെയ്യണം, അല്ലെങ്കിൽ മിസ് ഒരു അഡ്വൈസ് ഒരു ഉപദേശം തരികയെന്നൊന്നും നിങ്ങൾ വിചാരിക്കണം. മിസ്സിന് ഒരു റിക്വസ്റ്റ് ആണ്, ചെയ്ത് നോക്കൂ. ചിലപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, വർക്കൗട്ട് ആവും. ചിലപ്പോൾ നല്ല 100% ഇത് വർക്കൗട്ട് ആവുന്നതാണ്. അപ്പോൾ നമുക്ക് യൂഎസ് ഒക്കെ വരികയാണല്ലേ, നമ്മൾ എന്ത് ചെയ്യണം, ടൈമൊക്കെ കൺസ്യൂം ചെയ്ത് പഠിക്കാൻ ശ്രമിക്കണം. ഒത്തിരി നമുക്ക് പഠിക്കാനുണ്ട്. നമുക്ക് ഓണം എക്സാം ഒക്കെ വരികയാണ്, ഒത്തിരി നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ മക്കളെ, അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എങ്ങനെയെങ്കിലും എന്ത് ചെയ്യുക, ഈ ഒരു സ്റ്റെപ്സ് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് പഠിക്കാനിരിക്കാനും അല്ലേ, അങ്ങനെയൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ അത് ശരിയായിക്കോളും. ഓക്കെ, റെഡി അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, ഇനി അടുത്ത വീഡിയോ ആയിട്ട് മിസ് ചെയ്യുന്നതായിരിക്കും. അതുവരെ സീ യു.